എന്താണ് ഈ IVF? എന്താണ് അതിന്റെ പ്രൊസീജിയർ? IVF സാധാരണഗതിയിൽ ഒരു സെക്കൻഡ് ലൈനാണ്. പക്ഷെ വളരെ കുറച്ചു പേർക്ക് അത് ഫസ്റ്റ് ലൈനായിട്ട് തന്നെ വേണ്ടി വരും. സാധാരണഗതിക്ക് പലരും അസാധ്യമാണ് എന്നൊക്കെ പറയുന്ന ഒരു ഏജിൽ ഈ ട്രീറ്റ്മെന്റ് സാധ്യമാണ്. 45 years ആകുമ്പം IVF ടു ബി കൺസിഡേർഡ് ഫ്യൂട്ടൈൽ വിത്ത് യുവർ ഓൺ എക്സ് എന്നാണ്. ബിക്കോസ് സക്സസ് റേറ്റ് 1% താഴെയായിരിക്കും. 28-29 yearsൽ ഒരു IVF ചെയ്യുന്ന ഒരാളും 40-42 IVF ചെയ്യുന്ന ആളും തമ്മിൽ നല്ലൊരു അന്തരം ഉണ്ടാകും. കാരണം മരുന്നുകൾ ഒരു ഏകദേശം ഇരട്ടിയോളം വേണ്ടി വരും. പുരുഷന്മാരുടെ വന്ധ്യതയെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇൻഫെർട്ടിലിറ്റിയും മാസ്കുലിനിറ്റിയുമായിട്ട് അവർ കണക്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി പുരുഷന്മാർക്ക് അതൊരു വിഷമമാകുന്നത് അതുകൊണ്ടും കൂടി അത് സൊസൈറ്റിയുടെ കാഴ്ചപ്പാടാണ്. വീട്ടുകാരും നാട്ടുകാരും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തൊട്ട് ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ എന്ന് പറയും, അത് ചെയ്തോ ഇത് ചെയ്തോ, അവിടെ ചെല്ലണം, ഈ ഡോക്ടറിനെ കാണണം. അങ്ങനെ ഒരു ഫെർട്ടൈൽ അല്ല, അങ്ങനെയുള്ളത് ഇറ്റ്സ് ഇനോസ്പിഷ്യസ് എന്ന് ജസ്റ്റ് ഇമാജിൻ. അതൊരു വലിയ സങ്കടമല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ. നമ്മൾ എല്ലാ കാര്യവും എല്ലാവരുടെ അടുത്തും പറയേണ്ട കാര്യമില്ല, എന്നാൽ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ സൊസൈറ്റി കുറച്ച് മാറണം. നമ്മൾ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കണം. അത് വളരെ പ്രധാനമാണ്. ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ ദമ്പതികളിൽ പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും കിരണങ്ങൾ പകർന്നു നൽകുന്ന മെഡിക്കൽ പ്രൊസീജിയർ IVF അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലിറ്റി പ്രശ്നങ്ങളിൽ സാധാരണക്കാരന് പോലും അഭയമായി മാറിയ IVFൽ ദക്ഷിണേന്ത്യയിലെ തന്നെ അമരക്കാരിൽ ഒരാൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദീർഘകാലത്തെ സേവനത്തിനു ശേഷം SP വെൽഫോർട്ട് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം മേധാവിയും IVF സ്പെഷ്യലിസ്റ്റുമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഷീല ബാലകൃഷ്ണൻ. ഇന്ത്യയിൽ ഏതാണ്ട് 15% പേർക്കെങ്കിലും ഫെർട്ടിലിറ്റി പ്രശ്നങ്ങളുണ്ട് എന്നാണ് ICMRന്റെ കണക്ക്. പക്ഷെ എന്നിട്ടും ഇപ്പോഴും പലർക്കും IVF എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്താണ് ഈ IVF? എന്താണ് അതിന്റെ പ്രൊസീജിയർ? IVF എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ ഫോം ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ്. അപ്പോൾ ഇൻവിട്രോ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ദ ബോഡി. അപ്പോൾ അതറിയണമെങ്കിൽ ആദ്യം ബോഡിയിൽ എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം നടക്കുന്നതെന്ന് അറിയണം. സാധാരണഗതിയിൽ എല്ലാ മാസവും സ്ത്രീ എഗ് അഥവാ അണ്ടങ്ങൾ ഉണ്ടാകും. ആ അണ്ടങ്ങൾ ഓവറിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് അത് അണ്ടവാഹിനി കുഴലിലേക്ക് സക്ക് ചെയ്തെടുക്കും. ആ സമയത്ത് പുരുഷന്റെ ബീജവുമായിട്ട് അണ്ടവാഹിനി കുഴലുകളിൽ അഥവാ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ് ബീജസങ്കലനം ഓർ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതൊരു 2-3 ദിവസം കൊണ്ട് ട്രാവൽ ചെയ്ത് യൂട്രസിനുള്ളിൽ വന്ന് ആ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് അനദർ ഒരു ഫസ്റ്റ് വീക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൽ ഉറയ്ക്കുന്നു, ഇംപ്ലാന്റേഷൻ നടക്കുന്നു. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഗർഭധാരണം നടക്കുന്നത്. നൗ IVFൽ എന്താണ് വരുന്നത്? ആദ്യത്തെ IVF ചെയ്തത് ട്യൂബ് ബ്ലോക്ക്ഡ് ആയതുകൊണ്ടാണ്. അപ്പം ഉദാഹരണമായിട്ട് ഇപ്പം അണ്ടവാഹിനി കുഴലുകൾ ബ്ലോക്ക്ഡ് ആണെങ്കിൽ ഈ ബീജസങ്കലനം നടക്കില്ല. അപ്പം നമ്മൾ IVFൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു എഗ്ഗ് പോരാ. കാരണം ഒരു എഗ്ഗ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഷ്യൂറിറ്റി ഇല്ല. അതുകൊണ്ട് നമുക്കൊരു ഐഡിയൽ സിറ്റുവേഷൻ ഒരു 10 to 12 eggs ഒക്കെ കിട്ടണം. നമ്മൾ ഇഞ്ചെക്ഷൻസ്, അത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് തന്നെയാണ്. പിറ്റ്യൂട്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആർട്ടിഫിഷ്യലായിട്ട് റെക്കോമ്പിനന്റ് ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് ഇഞ്ചെക്ട് ചെയ്ത് കുറച്ചും കൂടെ കൂടുതൽ ഫോളിക്കിൾസ് അഥവാ എഗ് ഫോളിക്കിൾ എന്ന് പറയുന്ന എഗ്ഗിന് ചുറ്റുമുള്ള ക്യാവിറ്റി, ഒരു വെള്ളം നിറഞ്ഞ ഒരു ഫ്ലൂയിഡ് നിറഞ്ഞ ഒരു ക്യാവിറ്റിയാണ്. അത് കൂടുതൽ ഫോളിക്കിൾസ് ഉണ്ടാവുകയും ആ ഫോളിക്കിൾസ് മെച്യൂർ ആകുമ്പോൾ അത് ഒരു ചെറിയൊരു ഇറ്റ് ടേക്സ് ഒരു 10 to 15 minutes ചെറിയൊരു അനസ്തീസിയ ഒക്കെ കൊടുത്തിട്ട് നമുക്കത് റിമൂവ് ചെയ്യും. അത് റിമൂവ് ചെയ്ത് അത് തിയേറ്ററിലാണ്. അത് IVF തിയേറ്ററും IVF ലാബും ഉണ്ട്. ഇത് രണ്ടും അഡ്ജോയിനിങ് ആയിരിക്കും. അപ്പോൾ IVF തിയേറ്ററിൽ ഈ ഫോളിക്കിൾസ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഗ്ഗും കൂടെ കാണും. അത് ഉടനെ തന്നെ അത് ലാബിലോട്ട് കൊടുക്കുകയും ആ ലാബിൽ അത് മൈക്രോസ്കോപ്പിൻ്റെ കീഴിൽ എംബ്രിയോളജിസ്റ്റ് നോക്കി ഈ എഗ്സ് കണ്ടുപിടിച്ച് കൾച്ചർ ചെയ്യും. അതേസമയം പാർട്ട്ണറോ ഹസ്ബൻഡോ ഒരു 7 സാമ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ ഏറ്റവും നല്ല ബീജം നോക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല മൂവ്മെന്റ് ഉള്ളത്, ചലനശേഷി കൂടുതലുള്ളതിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കും. ഇത് രണ്ടും കൂടെ ഈ പുരുഷ ബീജവും സ്ത്രീ ബീജവും ഒന്നിച്ച് ഒരു ഡിഷിൽ കൾച്ചർ മീഡിയത്തിൽ വെച്ചിട്ട് അടുത്ത ദിവസം ഫെർട്ടിലൈസേഷൻ ആയോ എന്ന് നോക്കുകയാണ് IVF. ഇതിൽ സാധാരണ നമ്മളിപ്പോൾ ഒരു പടി കൂടെ മുന്നോട്ട് പോകും. ICSI എന്ന് പറയും. ICSIയുടെ ഫുൾ ഫോം ഇസ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചെക്ഷൻ. അതിൽ ചെയ്യുന്നത്
കുറച്ചും കൂടെ കൂടുതൽ മാഗ്നിഫിക്കേഷനുള്ള വെരി ഹൈ മാഗ്നിഫിക്കേഷനുള്ള മൈക്രോസ്കോപ്സ് ഉണ്ട്, ഇൻവേർട്ടഡ് മൈക്രോസ്കോപ്പ്. അതിൽ ഈ എഗ്ഗ് നമുക്ക് കാണാൻ പറ്റില്ല, നമ്മൾ ഈ കാണുന്ന ഫോളിക്കിൾസ് മാത്രമാണ്. എഗ്ഗിന് അണ്ടർ ദ മൈക്രോസ്കോപ്പ് എംബ്രിയോളജിസ്റ്റ് എടുത്തിട്ട് ഒരു നല്ല മോട്ടിലിറ്റിയും നല്ല രൂപം മോർഫോളജിയും ഉള്ള സ്പേമിനെ എടുത്ത് അതിലോട്ട് ഇഞ്ചെക്ട് ചെയ്യും. സോ ദാറ്റ് ഇസ് ഇക്സി. എന്നിട്ട് സെയിം പ്രൊസീജിയർ അത് അടുത്ത ദിവസം ഫെർട്ടിലൈസേഷൻ ആയോ നോക്കും. അത് ഒരു പകുതി കടമ്പ കഴിഞ്ഞു. പിന്നെ ഒരു 2-3 ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമായിട്ട് വളർത്താം, അല്ലെങ്കിൽ ഈവൻ 5 ദിവസവും ആക്കാം. 5 ദിവസമാകുമ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. എന്നിട്ട് വേണമെങ്കിൽ അത് തിരിച്ച് ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കാം. അതിനെ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എല്ലാ കണ്ടീഷൻസും നല്ലതാണെങ്കിൽ അത് തിരിച്ചിടാം, ഇല്ലെങ്കിൽ നമുക്കത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് തിരിച്ചിടാം. ഇതാണ് ചുരുക്കത്തിൽ IVF എന്ന് പറഞ്ഞാൽ. പലപ്പോഴും IVF-നെ നമ്മൾ കാണുന്നത് ഈ ഗർഭധാരണം എന്ന പ്രക്രിയയുടെ അവസാന അറ്റകൈ എന്നുള്ള നിലയ്ക്ക് ഒന്നും നടന്നില്ലെങ്കിലാണ് IVF പറയുന്നത്. അപ്പം നമ്മളെ തുടക്കത്തിൽ വേറെ എന്ത് മാർഗമാണ്? ഇപ്പൊ IUI ഒക്കെ പറഞ്ഞു കേട്ടത്, എന്താണ് അതിന്റെ ഒരു IUI എന്ന് പറയുന്നത്? നമ്മൾ IVF-ന്റെ അത്രയും വരുന്നില്ല, അത്ര സങ്കീർണമല്ല. IUI-ൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ തന്നെ ബീജമെടുത്ത്, ഞാൻ നേരത്തെ IVF-ൽ ചെയ്യുന്ന കണക്ക് തന്നെ പ്യൂരിഫൈ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 2 ml 3 ml ഉള്ള സെമൻ സാമ്പിളിനെ നമ്മളൊരു 0.3 ml ആക്കും. അപ്പോൾ ഏറ്റവും കോൺസെൻട്രേറ്റഡ് നല്ല സ്പേം എടുത്ത് ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു caveat ഉണ്ട്, ട്യൂബ്സ് ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ട്യൂബ്സ് ഒക്കെ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ IUI ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് IUI. അപ്പം ട്രീറ്റ്മെന്റ് പറയുകയാണെങ്കിൽ IVF സാധാരണഗതിയിൽ ഒരു സെക്കൻഡ് ലൈനാണ്. പക്ഷെ വളരെ കുറച്ച് പേർക്ക് അത് ഫസ്റ്റ് ലൈനായിട്ട് തന്നെ വേണ്ടി വരും. ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ട്യൂബൽ ബ്ലോക്ക്, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. 2, തീരെ സ്പേം കുറവ്, വളരെ കുറവ്, അല്ലെങ്കിൽ തീരെ ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ടെസ്റ്റിസിൽ നിന്നൊക്കെ കുത്തിയെടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ IVF ഫിക്സി അല്ലാതെ വേറെ യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല. അതുപോലെ വളരെ സിവിയർ ആയിട്ടുള്ള എൻഡോമെട്രിയോസിസിൽ ഇങ്ങനെ സിസ്റ്റിക് ലീഷൻസ് ഒക്കെ വരും ഓവറിയിൽ, അങ്ങനെ ഒരു ഇതാണ്. ഇതിലൊക്കെ IVF നേരെ ഫസ്റ്റ് ലൈൻ തന്നെ വേണ്ടി വരും. അല്ലാത്ത സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം അങ്ങനെയുള്ളവർക്കൊക്കെ ഓവുലേഷൻ വരുത്തുകയും IUI ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഒരു 3-4 പ്രാവശ്യം അങ്ങനെയൊക്കെ നോക്കി സക്സസ് ആയില്ലെങ്കിൽ IVF-നോട് പോയാൽ മതി. IVF ട്രീറ്റ്മെന്റിന് പറ്റിയ ഒരു ഐഡിയൽ ഏജ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ആക്ച്വലി ഏജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പുരുഷന്റെ ഏജ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ സ്ത്രീയുടെ ഏജ് വളരെയധികം പ്രാധാന്യം ഉണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ത്രീയിലെ അണ്ടങ്ങൾ ജനിക്കുമ്പോൾ ഉള്ള അണ്ടങ്ങൾ കുറഞ്ഞു വരും. അവസാനം ആ സ്ത്രീ ഒരു 13-14 വയസ്സൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 3 lakh എഗ്സ് മാത്രമേ ഉണ്ടാകുള്ളൂ, അത് നോർമൽസിൽ. അത് കഴിഞ്ഞ് ഓരോ മാസവും 1-2 എഗ്ഗ് വളരുന്നതിന് വേണ്ടി കുറേ ഒന്നിച്ച് വളരും. ഒരു 70 to 80, 100 ഒക്കെ ഒന്നിച്ച് വളർന്ന് 1-2 എണ്ണം നല്ലോണം വളരും, ബാക്കി ഡീജനറേറ്റ് ചെയ്യും. ഈ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ജന്മനായുള്ള എഗ്സ് നമുക്ക് കുറഞ്ഞു വരും നാച്ചുറൽ ഏജ് കൂടുന്തോറും. അതും എല്ലാ സ്ത്രീകളിലും ഒരേ സെറ്റ് ഓഫ് കോംപ്ലിമെന്റ് ഓഫ് എഗ്സ് ആയിരിക്കില്ല ആദ്യം ഉള്ളത്. അപ്പോൾ ഇത് കുറഞ്ഞു വരുന്നത് കാരണം നമ്മൾ ഒത്തിരി പോസ്റ്റ്പോൺ ചെയ്യരുതെന്നുള്ളതാണ്. ഒരു ഐഡിയൽ ഏജ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 30s, mid-30s ഒക്കെ പറയാം. ഒരു ബിറ്റ്വീൻ 32 and 35 ഇതിനെപ്പറ്റി ആലോചിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അതൊരു ബ്ലാങ്കറ്റ് റൂൾ അല്ല. ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പം കല്യാണം കഴിക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്, പ്രത്യേകിച്ച് ഇപ്പം ലേറ്റ് മാരേജ് ആണല്ലോ നോം. അപ്പോൾ ലേറ്റ് മാരേജസ് ആഫ്റ്റർ 35 ഒക്കെ കല്യാണം കഴിക്കുമ്പോൾ അധികം പോസ്റ്റ്പോൺ ചെയ്യരുത്. അതേസമയം ഒരു 20, 23, 25 വയസ്സൊക്കെയുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം, ബാക്കി ട്രീറ്റ്മെന്റ്സ് ഒക്കെ നോക്കാം. അതുകൊണ്ട് കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം. സാധാരണഗതിക്ക് പലരും അസാധ്യമാണ് എന്നൊക്കെ പറയുന്ന ഒരു ഏജിൽ ഈ ട്രീറ്റ്മെന്റ് സാധ്യമാണോ? ആക്ച്വലി നമ്മൾ ഒരു 35 കഴിയുമ്പോൾ എഗ്സ് കുറയും, 40 കഴിയുമ്പോൾ നല്ലോണം താഴോട്ട് പോകും. അപ്പം നമ്മൾ അമേരിക്കൻ സൊസൈറ്റി ഓഫ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ പറയുന്നത് ഒരു 45 years ആകുമ്പം IVF ഇറ്റ്സ് ടു ബി കൺസിഡേർഡ് ഫ്യൂട്ടൈൽ വിത്ത് യുവർ ഓൺ എഗ്സ് എന്നാണ്. ബിക്കോസ് സക്സസ് റേറ്റ് 1% താഴെയായിരിക്കും. 45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം കുറയും. അപ്പം അതിന് മുൻപൊക്കെ എന്തായാലും പ്രിഫറബ്ലി ബിഫോർ 40. പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ IVF എന്ന് പറയുമ്പോൾ പലർക്കും ഒരു ലക്ഷറി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നല്ലപോലെ പൈസ ഉള്ളവർക്ക് അല്ലെങ്കിൽ വെൽ ടു ഡു കുടുംബത്തിൽപ്പെട്ടവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് പറയപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയില്ല. ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാർഗമാണ് ഗർഭം ധരിക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു ലക്ഷറി എന്നൊരു കോമൺ മാൻസ് തിങ് ആയിട്ട് മാറിയത്? അതെനിക്ക് തോന്നുന്നു 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അന്ന് അത്ര കോമൺ അല്ല IVF. അപ്പോൾ വളരെ കുറച്ച് ഹോസ്പിറ്റൽസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം നാച്ചുറലി അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും അത് എന്താ പറയുന്നത് ഒരു റീച്ച് കുറയും. അപ്പം ഇപ്പം കുറച്ചും കൂടെ കോമൺ ആയി, ഇറ്റ് ഹസ് ബിക്കം മോർ. ഇത് ചില മരുന്നുകളുടെയൊക്കെ വിലയൊക്കെ നല്ലോണം കുറഞ്ഞു, ചിലതിൻ്റെയൊക്കെ അപ്പം കുറച്ച് റേറ്റുകളും കുറഞ്ഞു. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഒരു അപ്പർ സോഷ്യോ എക്കണോമിക് ക്ലാസ്, മിഡിൽ ക്ലാസ് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഈവൻ നമ്മുടെ ലോവർ സോഷ്യോ എക്കണോമിക് ക്ലാസ്സും
കുറേ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ് IVF-ന്. പക്ഷെ ചില കമ്പനീസ് ഇൻഷുറൻസ് വളരെ റെയറായിട്ട് ഒന്നോ രണ്ടോ കമ്പനീസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് IVF-നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അത് ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു നേരത്തെ. അപ്പോൾ അവിടെ വെച്ച് ആ ട്രയലിൻ്റെ ഒരു ഭാഗമായിരുന്നു. 2 പ്രൈവറ്റ് ഹോസ്പിറ്റൽസും 2 ഗവൺമെൻറ് ഹോസ്പിറ്റൽസും ഞങ്ങളും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ടായിരുന്നു. ഏകദേശം എത്രയാകും കോസ്റ്റ്, അവരെല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സ്, ഫെസിലിറ്റീസ്, എക്വിപ്മെന്റ് അങ്ങനെ നോക്കിയിട്ട് ഒരു കോസ്റ്റിംഗ് തീരുമാനിക്കാൻ അതിൻ്റെ എന്തോ ഒരു പേരുണ്ടായിരുന്നു. ആ പേര് ഇപ്പം എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷെ പ്രോബബ്ലി ഇൻ ദി നിയർ ഫ്യൂച്ചർ അതും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ നന്നായിരിക്കും. IVF എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ അത് ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽ അതിന്റെ കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ? ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽ വേരി ചെയ്യാം, കുറച്ചൊക്കെ വേരി ചെയ്യും. പക്ഷെ ഓവറോൾ നമ്മൾ ഏകദേശം, ബിക്കോസ് നമുക്കൊരു ഡെഫിനറ്റ് ഇത് പറയാൻ പറ്റാത്തത് ഏജ് അനുസരിച്ചും കൂടെ ഇരിക്കും. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ കുറച്ച് നേരത്തെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മരുന്ന് എന്താ പറയുക, എമൗണ്ട് ഓഫ് ഡ്രഗ്സ് കുറയും. അപ്പം നാച്ചുറലി കോസ്റ്റ് കുറയും. അതേസമയം സക്സസ് റേറ്റും കൂടും. അപ്പം ഒരു സപ്പോസ് 28-29 ഇയേഴ്സിൽ ഒരു IVF ചെയ്യുന്ന ഒരാളും 40-42 IVF ചെയ്യുന്ന ആളും തമ്മിൽ നല്ലൊരു അന്തരം ഉണ്ടാകും. കാരണം മരുന്നുകൾ ഏകദേശം ഇരട്ടിയോളം വേണ്ടി വരും. സോ അങ്ങനെ ഒരു വ്യത്യാസവും വരാം. പിന്നെ ഓഫ് കോഴ്സ് ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാം. വിവാഹം കഴിച്ച അന്നു മുതൽ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച വർഷങ്ങളിൽ കുട്ടിയുണ്ടാകാൻ വേണ്ടി ശ്രമിച്ചു തുടക്കുന്ന ദമ്പതികൾ എത്ര വർഷത്തിനകത്ത് IVF-ലേക്ക് കടക്കണം എന്നാണ്? മെൻ ആർ നോട്ട് ലൈക്ക് മെഷീൻസ് അല്ലേ. അപ്പം നമുക്ക് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഓരോ സ്ത്രീയും ഓരോ കപ്പിളും ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു നല്ലൊരു IVF ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒരു അഡ്വൈസ് എടുക്കുന്നത് നന്നായിരിക്കും. ഒരു 1 year ആയിട്ടും ഒന്നിച്ച് താമസിക്കുന്നു, 1 വർഷം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നു, ഒരു കുട്ടികളെ വേണമെന്ന് വിചാരിക്കുന്നു, വേറെ ഗർഭനിരോധന മാർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു 80% ഒക്കെ പ്രഗ്നൻ്റ് ആകേണ്ടതാണ്, 80 to 85%. അപ്പോൾ ആകാത്ത പക്ഷം ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒന്നും ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊന്ന് നോക്കണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇതിന് പോകാം, അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വെയിറ്റ് ചെയ്യാം. എന്നിരുന്നാലും ഞാൻ ആ പറഞ്ഞത് കണക്ക് ഒരു പ്രോബബ്ലി early 30s വിൽ ബി എ ബെറ്റർ ദിസ് തിങ് ഇഫ് പോസിബിൾ. പക്ഷെ ലേറ്റ് മാരേജ് ഉള്ളവർക്ക് അതിനനുസരിച്ച് കുറച്ച് നീങ്ങും, കഴിയുന്നതും എനിവേ ഡെഫിനറ്റ്ലി ബിഫോർ 40. പൊതുവേ നമ്മൾ വന്ധ്യതയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അത് സ്ത്രീകളുടെ വന്ധ്യതയിലാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. പുരുഷന്മാരുടെ വന്ധ്യതയെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഏകദേശം ഒരുപോലെയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 30 to 40% രണ്ടുപേർക്കും, പിന്നെ ഒരു 20% ആൾക്കാർക്കും കപ്പിൾസിനും കുറച്ച് മൈനർ ഇഷ്യൂസ് 2 പേർക്കും കാണും. അതുകൊണ്ട് സ്ത്രീകളുടെ മാത്രം ഒരു പ്രശ്നമല്ല. പക്ഷെ പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം പലപ്പോഴും അതൊരു സ്ത്രീയുടെ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. അത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടും കൂടെയാണ്. കാരണം പലപ്പോഴും ഇൻഫെർട്ടിലിറ്റിയും മാസ്കുലിനിറ്റിയുമായിട്ട് അവർ കണക്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി പുരുഷന്മാർക്ക് അതൊരു വിഷമമാകുന്നത് അതുകൊണ്ടും കൂടി അത് സൊസൈറ്റിയുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ അല്ലാതെ രണ്ടുപേരും ഈക്വലി ഏകദേശം പ്രശ്നങ്ങൾ വരാം. വിവാഹിതരായ ശേഷം കുട്ടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന പലർക്കും പല കാരണങ്ങൾ കൊണ്ടും ഗർഭധാരണം വൈകാറുണ്ട്. അപ്പം ഒരു ഗർഭധാരണം വൈകാൻ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകളിൽ ഞാൻ പറഞ്ഞ എൻഡോമെട്രിയോസിസ്, ട്യൂബൽ ബ്ലോക്ക്, പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം. പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോമിൽ മെൻസസ് ഇറഗുലർ, ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല. പക്ഷെ അതിന് മരുന്നുകളുണ്ട്. ആ മരുന്നുകളൊന്നും ഫലിച്ചില്ലെങ്കിൽ മാത്രം IVF-ലോട്ട് പോയാൽ മതി. പക്ഷെ എൻഡോമെട്രിയോസിസിലും ട്യൂബൽ ബ്ലോക്കിലും ഒക്കെ നേരത്തെ തന്നെ പോകണം. പിന്നെ ഏറ്റവും പ്രധാനം ഏജ് കൂടുന്നത്. ഏജ് കൂടുമ്പം ഞാൻ പറഞ്ഞ ഓവറിയിലുള്ള എഗ്സ് കുറഞ്ഞു വരും. അപ്പോൾ തീരെ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് പിന്നെ അധികം സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പുരുഷന്മാരിൽ കൗണ്ട് കുറയുന്നതും പല കാരണങ്ങളുണ്ട്. പക്ഷെ കൗണ്ട് കുറയാം, മോട്ടിലിറ്റി കുറയാം, ഇതെല്ലാം കുറയാം. അപ്പം അങ്ങനെ തീരെ കുറവാണെങ്കിൽ IVF തന്നെ വേണ്ടി വരും. അത് കഴിയുന്നതും നേരത്തെ ചെയ്യുന്നതായിരിക്കും നല്ലത്. മൊബിലിറ്റി കുറവിനെ എങ്ങനെയാണ് IVF പരിഹരിക്കുന്നത്? മോട്ടിലിറ്റി കുറവാണെങ്കിലും ഇക്സി പറ്റും. കാരണം ഇക്സിയിൽ നമ്മൾ അതിനാണ് ഇപ്പം മോട്ടിലിറ്റി വേണം, നാച്ചുറലായിട്ടാകണമെങ്കിൽ യൂട്രസിൽ ചെന്ന് സ്പേം സ്വിമ്മപ്പ് ചെയ്ത് യൂട്രസിലും ചെന്ന് അവിടുന്ന് ട്യൂബിലോട്ട് പോയിട്ട് വേണം ഫെർട്ടിലൈസേഷൻ നടക്കാം. ഇവിടെ നമ്മളെല്ലാം കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയല്ലേ. ഓരോ സ്റ്റെപ്പ് വി ആർ ഹെൽപ്പിംഗ് ദ സ്പേം. അപ്പം സ്പേമിനെ എടുത്ത് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നാച്ചുറലി വി ആർ ഗോയിങ് 2 steps ഫർദർ. പുരുഷന്മാരുടെ വന്ധ്യതയെ പറ്റി പറഞ്ഞപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു. അതായത് സാധാരണഗതിക്ക് ഫെർട്ടിലിറ്റിയും പൊട്ടൻസിയും തമ്മിൽ ആൾക്കാർ മിക്സപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് പോകാന്ന് പറഞ്ഞാൽ എന്തോ ഒരു സ്റ്റിഗ്മയാണ് പുരുഷന്മാർക്ക്. അത് സമൂഹത്തിൽ ഇപ്പം ഡോക്ടർ കാണുന്ന പേഷ്യൻസിൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടോ? പണ്ട് കണ്ടതിനേക്കാളും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ കുറച്ചും കൂടി വളരെയധികം സപ്പോർട്ടീവാണ് മെൻ. പിന്നെ ഈ പറഞ്ഞ കണക്ക് അവർക്കത് ഒരു പ്രയാസമുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ, അല്ലാതെ ശരിക്കും അത് വേണ്ട എന്ന് വെച്ചിട്ടല്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അന്നൊക്കെ ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചും
കൂടെ സപ്പോർട്ടീവാണ് എന്നാണ് എനിക്ക് തോന്നിയത്. എന്നിരുന്നാലും യൂഷ്വലി സ്ത്രീകൾ തന്നെയാണ് മുൻപിൽ വരുന്നത്. ചില സമയത്ത് പുരുഷന്മാർ വളരെ പ്രയാസമാണ്. എന്നാൽ ഇപ്പോൾ വളരെയധികം മാറിയിട്ടുണ്ട് സിറ്റുവേഷൻ. IVF ചികിത്സയെ സമീപിക്കുന്ന കാര്യത്തിൽ ദമ്പതികൾക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ക്ലാരിറ്റി ഉണ്ടാവാറുണ്ട്. പക്ഷേ അവരനുഭവിക്കുന്ന പ്രഷർ പലപ്പോഴും അവർക്ക് ഉറ്റബന്ധുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെയാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് അവർക്ക് നേരിടാനാവുക? എന്നോട് ഒരു പേഷ്യന്റ് പറഞ്ഞതാണ്, ഒരു കപ്പിള് പറഞ്ഞതാണ്, ഡോക്ടർ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ വി ഹാവ് അക്സെപ്റ്റഡ് ദിസ് ആൻഡ് വി ആർ ഹാപ്പി, അവൾക്ക് ഞാനും മതി. പക്ഷെ വീട്ടുകാരും നാട്ടുകാരും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പം തൊട്ട് ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ പേർന്ന് പറയും, അത് ചെയ്തോ ഇത് ചെയ്തോ, അവിടെ ചെല്ലണം, ഈ ഡോക്ടറിനെ കാണണം, അങ്ങനെ. അപ്പോൾ അത് അവർക്ക് വളരെയധികം പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. അത് സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട്. ഫസ്റ്റ് ഓഫ് ഓൾ പേരൻസും ഇമ്മീഡിയറ്റ് റിലേഷൻസും അതുണ്ട് വളരെയധികം. അത് കഴിഞ്ഞ് ഈ സൊസൈറ്റിയും കൂടി ഇതിൽ ഇടപെടുമ്പം അത് നമ്മുടെ ഒരു കുഴപ്പമാണല്ലോ അല്ലേ. എല്ലാവരുടെ കാര്യത്തിലും നമ്മൾ ഇടപെടണം എന്നുള്ള മറ്റുള്ളവരുടെ സ്വകാര്യതയിലോട്ടൊരു ഒരു കടന്നുകയറ്റം കുറച്ചുണ്ട്. അപ്പം അത് വളരെ ഒത്തിരി കപ്പിൾസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വളരെയധികം മനോവിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് ഇത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എല്ലാ കാര്യവും എല്ലാവരുടെ അടുത്തും പറയേണ്ട കാര്യമില്ല, എന്നാൽ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ഒളിച്ചു വെച്ചാലും അത് പ്രശ്നമാകും. അപ്പോൾ ഇപ്പോൾ ചില പേഷ്യൻസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ, പ്രത്യേകിച്ച് ടീച്ചർമാർ, അവർ പറയില്ല IVF ചെയ്യുന്നെന്ന്, എന്നിട്ട് IVF ചെയ്യാൻ വരും. അപ്പോൾ അവർക്ക് ഭയങ്കര സ്ട്രെയിനാണ്, കാരണം അവർ കൂടെയുള്ളവരോടൊന്നും പറയാത്തത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയണം, ബട്ട് ഡോണ്ട് ടെൽ ദ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഒരു ഇന്നർ സർക്കിൾ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയാണ്. എല്ലാ ഡീറ്റെയിൽസും രണ്ടുപേരോടും പറയണം. ഒരാളോട് പറയാതെ നമുക്കൊന്നും, ഇത് യൂണിറ്റാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഔട്ടർ സർക്കിൾ എന്ന് പറയുന്നത് ഫാമിലി, ഇമ്മീഡിയറ്റ് ഫാമിലി. ആ ഇമ്മീഡിയറ്റ് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് അവരോട് പറയേണ്ട കാര്യമില്ല. പിന്നെ ഓഫ് കോഴ്സ് ഔട്ട്സൈഡ് സൊസൈറ്റി. അപ്പോൾ അതും നമ്മൾ IVF ചെയ്യുന്നു എന്ന് പറയുന്നത്, ആക്ച്വലി അവർക്ക് കുറേ സ്ട്രെസ്സ് കുറയുന്നത് IVF ചെയ്യുന്നു, ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രെസ് ഇല്ല. പക്ഷെ ഒളിച്ചു വെച്ചാലും കൂടുതൽ പറയുമ്പോഴും അത് പ്രശ്നമാണ്. പിന്നെ ഈ ഒരു സമയത്ത് എനിക്കൊന്ന് പറയണമെന്ന് തോന്നുന്ന സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട് ഓഫ് കോഴ്സ് വളരെയധികം അറിയാമല്ലോ. അതുകൂടാതെ ഈവൻ വീട്ടുകാരുടെ ഇതിൽ തന്നെ ഇപ്പം ഒരു കുട്ടി എന്നോട് വന്ന് പറഞ്ഞിരുന്നു, അവളുടെ ബ്രദറിൻ്റെ മാരേജ് ആയിരുന്നു. അവർ രണ്ടുപേരേ ഉള്ളൂ, ഒരു ബ്രദറും സിസ്റ്ററും. അവളുടെ ബ്രദറിൻ്റെ കല്യാണത്തിന് സാധാരണഗതിയിൽ പെങ്ങളാണല്ലോ താലി ഇത് ചെയ്യേണ്ടത്, പുറകിൽ അവളെ സമ്മതിച്ചില്ല. അവളുടെ അമ്മ വളരെ സങ്കടത്തിൽ വന്ന് പറഞ്ഞു, മോളെ നീ കയറണ്ട സ്റ്റേജിൽ, നീ മാറിയിരുന്നാൽ മതി, അമ്മാവന്മാരൊന്നും സമ്മതിക്കില്ല. ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് കരയുകയായിരുന്നു. എന്തുകൊണ്ട് സമ്മതിക്കാത്തത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവള് കുട്ടികളില്ലാത്തതുകൊണ്ട്. സോ ഒരു ഫെർട്ടൈൽ അല്ല, അങ്ങനെയുള്ളത് ഇറ്റ്സ് ഇനോസ്പിഷ്യസ് എന്ന്. ജസ്റ്റ് ഇമാജിൻ, അതൊരു വലിയ സങ്കടമല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇതുപോലെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങൾ. ഒരു സ്ത്രീ വന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ, വേറൊരു സ്ത്രീ ആയിരുന്നു, അവർ ഒരു 39 years പ്രഗ്നൻ്റായി, വളരെ പ്രഗ്നൻ്റായി ഡെലിവറി ചെയ്തു. പക്ഷേ ഒരു 7 മാസമായപ്പോൾ ബ്ലീഡിങ് ആയി. അങ്ങനെ ഷീ ലോസ് ദ ബേബി. ICUവിൽ 3-4 ദിവസമൊക്കെ കിടന്ന് ഷീ ലോസ് ദ ബേബി. നമുക്ക് വലിയ സങ്കടമായിരുന്നു, കാരണം ആ കുട്ടി എനിക്ക് തോന്നുന്നു ഒരു 20 years കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയതായിരുന്നു. അപ്പോൾ അവൾ വീട്ടിൽ പോയി ചെക്കപ്പിന് ഒരു 6 weeks കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പം എനിക്ക് എങ്ങനെ ഇവരെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ സിസ്റ്റർ അടുത്ത് പറയുന്നു, ഈ കുട്ടി വരുമ്പോൾ എന്ത് പറയണമെന്ന് തന്നെ എനിക്കറിയില്ല. ആ കുട്ടി വളരെ ചിരിച്ച് വളരെ പ്രസന്നവതിയായിട്ട് വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് അപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് അവർക്ക് തോന്നിക്കാണും, ഡോക്ടർ വിഷമിക്കണ്ട, ഡോക്ടറെ താങ്ക്സ് എന്ന്. ഞാൻ പറഞ്ഞു, എന്തിനാണ് എന്നോട് താങ്ക്സ് പറയുന്നത്? അല്ല, എനിക്കിപ്പം വീട്ടിൽ വലിയൊരു സ്ഥാനമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. മറ്റേത് എനിക്ക് തീരെ സ്ഥാനമില്ലായിരുന്നു, കുട്ടികളെ എടുക്കാൻ സമ്മതിക്കില്ല, ഒന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പം എൻ്റെ മദർ ഇൻ ലോയ്ക്ക് എന്നോട് വലിയ സിമ്പതിയും സഹതാപവുമാണ്. ഇതൊക്കെ നമ്മൾ എന്താ കരയണോ ചിരിക്കണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ഇതൊക്കെ കേൾക്കുമ്പോൾ. എന്തായാലും ഔട്ടർ സർക്കിളിന്റെ പ്രഷറാണ് പൊതുവെ കൂടുതൽ. സൊസൈറ്റൽ പ്രഷർ, നമ്മുടെ സൊസൈറ്റി കുറച്ച് മാറണം, നമ്മൾ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കണം, അത് വളരെ പ്രധാനമാണ്. ഈ IVF എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പം ഇതിന്റെ ഒരു ട്രാൻസ്പെറൻസി ലെവൽ എന്താണ്? ഓരോ ഘട്ടത്തിലും സംഭവിക്കുന്ന എന്താണെന്ന് കൃത്യമായിട്ട് അവരോട് പറയാൻ സ്ഥാപനങ്ങൾക്ക് പറ്റാറുണ്ടോ? അവരത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത്? പലപ്പോഴും ചിലപ്പോൾ ഒന്നാമത്തെ ശ്രമത്തിൽ വിജയിക്കില്ല, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ടോ ഡോക്ടർമാർ? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് വളരെ കാര്യമായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞത് കൺസെന്റിനെക്കാട്ടും ട്രാൻസ്പെറൻസിയും കൗൺസിലിംഗ്, ഇത് രണ്ടും 2 കീ വേർഡ്സ് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ്, നമ്മൾ അവരോട് ഓരോ സ്റ്റെപ്പിലും പറയുമ്പം അവർക്ക് തന്നെ നമ്മളിലൊരു വിശ്വാസം ഉണ്ടാകും. ആൻഡ് അതിന് ഇപ്പോഴത്തെ ART, ഇപ്പം ഒരു 3 years മുൻപാണ് ഇന്ത്യയിൽ ART ആൻഡ് സർഗസി ആക്ട്സ് പ്രാബല്യത്തിൽ വന്നു. അതിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കൺസെൻസ് എല്ലാം തന്നിട്ടുണ്ട്, എങ്ങനെ വേണം എന്നൊക്കെ വളരെ കൃത്യമായിട്ടുണ്ട്, അതനുസരിച്ചേ ചെയ്യാവൂ എന്നാണ്. അപ്പോൾ ഈ ട്രാൻസ്പെറൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പിന്നെ കപ്പിൾസിനെ നമ്മൾ ദമ്പതിമാരെ ഇതിൽ എന്താ പറയുന്നത്, അവരെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി കൗൺസിലിംഗ്. ഈ കൗൺസിലിംഗ് എന്നുള്ളൊരു വാക്ക് ഭയങ്കര പ്രധാനമാണ്. കൗൺസിലിംഗ് ബിഫോർ, ഡ്യൂറിങ്
ആൻഡ് ആഫ്റ്റർ ദ പ്രൊസീജിയർ. അത് നമ്മൾ കൗൺസിൽ ചെയ്യും. പക്ഷെ നമ്മൾ ഡോക്ടേഴ്സിനേക്കാളും എപ്പോഴും കൗൺസിൽ ചെയ്യാൻ ഞങ്ങൾ പണ്ട് എപ്പോഴും ഒരു കൗൺസിലറായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് IVF നേഴ്സ് എന്നൊരു എന്താ പറഞ്ഞ ഒരു ദർ ഇസ് എ പോസ്റ്റ്. ഈ IVF നേഴ്സ് കൗൺസിലർ എന്നാണ് പറയുന്നത്. എപ്പോഴും ഡോക്ടർമാരെക്കാൾ ബെറ്റർ കൗൺസിലിങ്ങിൽ സിസ്റ്റർമാരാണ്. അങ്ങനെ ഒരു നല്ലൊരു നേഴ്സ് കൗൺസിലർ ഉണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ തീരും. കാരണം അവർക്ക് എപ്പോഴും ഒരു ഫസ്റ്റ് ലൈൻ കോൺടാക്റ്റും എല്ലാ സംശയങ്ങളും തീർക്കാനും ഓരോ ലെവലിലും. കാരണം IVFൽ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് അവരുടെ ഹോപ്സ് നമ്മൾ അങ്ങ് മുകളിലോട്ട് അങ്ങ് കൊണ്ടുപോവുക. ആ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് നെഗറ്റീവ് ആണെന്ന് ചിലർ നെഗറ്റീവ് ആകുമ്പം ഒരു ക്രാഷ് ചെയ്യാണ്. ഇറ്റ്സ് ലൈക്ക് എ റോളർ കോസ്റ്റർ റൈഡ്. അപ്പം അതിന്റെ സ്റ്റേജസ് ഒന്ന് പറയാമോ? അതായത് മുകളിലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതെ, അതായത് നമ്മൾ എഗ്സ് വളരുന്നു, അപ്പം ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നു വൈഫിന്, അപ്പോൾ ഫോളിക്കിൾസ് നന്നായി വളരുന്നു. അപ്പം നമ്മൾ പറയാം നല്ലോണം ഫോളിക്കിൾസ് ഒക്കെ വളരുന്നുണ്ട്, അപ്പം തന്നെ അവർ ഹാപ്പി ആകും. അത് കഴിഞ്ഞ് ഓവം പിക്കപ്പ് എന്ന് പറയും. ഈ എഗ്സ് റിമൂവ് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു അത് എഗ്ഗ് റിമൂവ് ചെയ്ത് അവരോട് പറയാം നല്ല എഗ്സ് കിട്ടിയിട്ടുണ്ട്, യു ഹാവ് ഗോട്ട് 8 eggs 10 eggs ഒക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ട്, ഹസ്ബൻഡ് സ്പേം സാമ്പിളും നല്ലതാണ്. അടുത്ത ദിവസം ഫെർട്ടിലൈസേഷൻ ആയോ ഇല്ലയോ അവരോട് പറയും ഇത്രയും ഫെർട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെയും 2-3 ദിവസം കഴിയുമ്പോൾ എംബ്രിയോ ഇത്ര ഭ്രൂണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ല എംബ്രിയോസ് ആണ്, അത് തിരിച്ചിടും. അപ്പം നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ചെയ്ത്. എന്നിരുന്നാലും സക്സസ് റേറ്റ്സ് ആർ ഓൺലി 45 to 50%. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ആദ്യമേ അവരെ മനസ്സിലാക്കിക്കണം. അപ്പോൾ അതിലാണ്, കാരണം എല്ലാവരും പ്രഗ്നൻ്റ് ആവണമെന്നില്ല. അപ്പോൾ ഒരു 2 to 3 times റിപ്പീറ്റ് ചിലപ്പോൾ ചിലർക്ക് വേണ്ടി വരും. എല്ലാവർക്കും അറിയായിരിക്കും, ചിലർക്ക് വീണ്ടും ചെയ്താലും ചിലപ്പോൾ ശരിയാവത്തില്ല, ചിലർക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ആകും. അത് പല കാരണങ്ങളും അനുസരിച്ചിരിക്കും. ഇപ്പം എല്ലാം ഫേവറബിൾ. എംബ്രിയോയും വളരെ നല്ലത്, യൂട്രൈൻ ലൈനിങ്ങും, അതായത് യൂട്രസ് ആണല്ലോ റിസീവ് ചെയ്യുന്നത്, അതിൻ്റെ ലൈനിങ്ങും നല്ലതാണെങ്കിൽ സക്സസ് വളരെ കൂടുതലായിരിക്കും. ഈ IVF എന്ന് പറയുന്ന പ്രോസസ്സ് പലപ്പോഴും പലവട്ടം ശ്രമിച്ചിട്ടാണ് അവസാനം വിജയിക്കുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ പരാജയപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷാദം, ഈ ദമ്പതിമാർക്കുണ്ടാകുന്ന വിഷാദത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളും അതുപോലെ ഡോക്ടർമാരും ഒക്കെ എന്തൊക്കെ പ്രത്യേക ശ്രദ്ധയാണ് കൊടുക്കാറുള്ളത്? യൂഷ്വലി നമ്മൾ കൗൺസിൽ ചെയ്ത് നമ്മളുടെ അടുത്ത് തന്നെ വന്ന് വി ആസ്ക് ദം ടു കം ബാക്ക്. എന്നിട്ട് നമ്മൾ അവരോട് സംസാരിച്ച് സിസ്റ്ററും നമ്മളും എല്ലാവരും മെനി ഓഫ് ദം സ്ട്രോങ്, അത് ദേ ആർ ഏബിൾ ടു ഓവർകം ഇറ്റ്. പക്ഷേ എന്തെങ്കിലും ഒരു ഡിപ്രഷനിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടി വരും. അവിടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് നമ്മൾ എടുക്കാറുണ്ട്. കേരളത്തിൽ പൊതുമേഖലയിൽ IVFിലേക്ക് കടന്നു വന്ന ആദ്യത്തെ ഡോക്ടർമാരിൽ ഒരാളാണ്. അപ്പോൾ അന്ന് അത്രയ്ക്ക് സാധാരണമല്ലാതിരുന്ന, അധികം പേര് കടന്നു വന്നിട്ടില്ലാത്ത ആ ഒരു മേഖലയിലേക്ക് അന്ന് എങ്ങനെയാണ് കടന്നു വരാൻ ഇടയായത്? ഞാൻ ആക്ച്വലി ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് നമുക്ക് ട്രെയിനിങ് ഇവിടെ വളരെ കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ഞാൻ UK ഒരു കോമൺവെൽത്ത് സ്കോളർഷിപ്പിലാണ് UK 2 years ഒരു ഫെലോഷിപ്പ് എടുത്തു, IVF ഫെലോഷിപ്പ്. അതെടുത്തു കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ ഞാൻ ലീവ് എടുത്താണ്, റെപ്യൂട്ടേഷനിലാണ് പോയത്. ബ്രിട്ടീഷ് കൗൺസിലിൻ്റെയാണ്, ഇവിടുന്ന് യാതൊരു ഇതുമില്ല, അവരാണ് കംപ്ലീറ്റ് ഫണ്ട് ചെയ്തത്. അത് ചെയ്ത് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിത് ഒന്ന് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി എനിക്കൊന്നൊരു 4 പ്രൊപ്പോസലെങ്കിലും എഴുതി കാണും, പല ഇതിന്. നമുക്ക് അന്ന് സർക്കാരിൽ അത് പറ്റത്തില്ല, അപ്പം വേറെ പല ഏജൻസികൾക്കും ഞങ്ങൾ അന്ന് വേൾഡ് ബാങ്ക് എന്തോ സഹായം വരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശരിയായില്ല. പിന്നെ നമുക്കങ്ങ് മടുത്തിട്ട് ഞാനങ്ങ് വിട്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു 2008-9 ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. 8-9 പ്രൈം മിനിസ്റ്റേഴ്സ് ഒരു PMSSY ഫണ്ട് അനുവദിച്ചു 100 കോടി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന് ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് വരാനായിട്ട്. അത് അനുവദിച്ച് അന്ന് എന്നോട് അന്നത്തെ HOD പറഞ്ഞു എഴുതി കൊടുക്കാൻ. അങ്ങനെ ഞാൻ അന്ന് ആ പ്രൊപ്പോസൽ എഴുതി കൊടുത്തു. അത് എന്തായാലും അത് അവർ സാങ്ഷൻ ചെയ്തു. ആ 100 കോടിയിൽ ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2 crores 1.25 കോടിയോ 1.25 കോടി സാങ്ഷൻ ചെയ്തു. പിന്നെ ആ സമയത്ത് ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു പറയേണ്ട ഒരു വാക്ക് അന്നത്തെ പ്രിൻസിപ്പൾ ഡോക്ടർ രാംദാസ് പിഷാരടി. വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് വളരെ നിർബന്ധമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന്. അപ്പോൾ വളരെയധികം സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ സമയത്ത് ഇത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, ആൽക്കമിസ്റ്റ് പറയുന്ന കണക്ക് when you want something very badly, the whole universe will conspire to it, അല്ലേ? അതുപോലെ അന്ന് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഈ ഫണ്ട് മുഴുവൻ വന്നു. ആ സമയത്ത് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉണ്ട്, അവിടുത്തെ സതീസ് എന്ന് പറയും SATയിൽ. ആ സൊസൈറ്റിയുടെ ഒരു ബിൽഡിംഗ് കെട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫ്ലോർ ഇതിന് വേണ്ടി അവർ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് പകുതിയേ ശരിയായിട്ടുള്ളൂ. ബാക്കി പൈസ സ്റ്റേറ്റ് ഗവൺമെൻറ് അന്നേരം ഏകദേശം ഒരു 80 lakhs തന്ന് അതും ശരിയായി. അപ്പം നമുക്ക് ആ ഒരു ഫ്ലോർ മുഴുവൻ കിട്ടി, എക്വിപ്മെൻറ്റ്, ലാബ് എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങാൻ പറ്റിയത്. അപ്പോൾ അത് ആ സമയത്ത് പിന്നെ അവസാനമായപ്പോൾ എല്ലാം അങ്ങ് വേഗം ദി സ്റ്റാർട്ടഡ് ഫോളിങ് ഇൻ ടു പ്ലേസ്. അതായിരുന്നു ആദ്യത്തെ. ഏതൊരു ഡോക്ടറും എന്തുകൊണ്ടും ഓർമ്മിച്ചു വെക്കുന്ന ഒരു മൊമെന്റ് ഫസ്റ്റ് സക്സസ് ആണ്. തീർച്ചയായിട്ടും മറക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി. ഞങ്ങൾ ആദ്യത്തെ അന്ന് ഞങ്ങളൊരു ബാച്ചായിട്ടാണ് ചെയ്തത്. ഒരു 8 പേരെയാന്ന് തോന്നുന്നു,
8 9 എന്ന് ഓർമ്മ, 8 9 പേരെ ചെയ്തു. അതിൽ എനിക്ക് ആ റിസൾട്ട്സ് വരുമ്പോൾ എനിക്ക് ഇപ്പോഴൊക്കെ നമ്മൾ സാധാരണ പേഷ്യൻസിൻ്റെ അടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും, വരാൻ പറയും. പക്ഷെ അന്ന് ഞങ്ങൾക്ക് അത്രയും പേടിയായിരുന്നു, കാരണം അവരോട് ചെയ്യാൻ പറഞ്ഞില്ല. അവരെല്ലാവരും ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും ബ്ലഡ് എടുത്ത് ഞങ്ങളുടെ തന്നെ സ്റ്റാഫിനെ കൊണ്ട് ബ്ലഡിൽ HCG എന്ന് പറയും, പ്രഗ്നൻസി ഹോർമോൺ ടെസ്റ്റ് ചെയ്യാൻ, അത് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു എൻവലപ്പിലാക്കി സിസ്റ്റർ എൻ്റെ കൈ കൊണ്ടുവന്നിട്ട് എനിക്ക് കൈ വരച്ചിട്ട് എനിക്ക് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനെ കൊണ്ടാണ് തുറന്ന് നോക്കിച്ചത്. അപ്പോൾ ഔട്ട് ഓഫ് ദാറ്റ് 3 ബിക്കെയിം പ്രഗ്നൻറ്റ്. അതിലൊരെണ്ണം അബോർഷനായിപ്പോയി. ബാക്കി 2 കണ്ടിന്യൂ ചെയ്തു. അത് നന്നായിട്ട് പോയി. ഒന്ന് ട്വിൻസ് ആയിരുന്നു, ഒന്നൊരു സിംഗിൾട്ടൺ ബേബി ആയിരുന്നു. അതിൽ ഒരാൾ 4ാമത്തെ തവണയാണ് IVF ചെയ്യുന്നത്, മറ്റേ കുട്ടിയുടെ ഫസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ അവരിപ്പോഴും നമ്മുടെ അടുത്ത് കോൺടാക്റ്റ് ഉണ്ട്, വരാറുണ്ട്. ഞങ്ങൾ ഈ 100 ബേബീസ് SATയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളൊരു വലിയൊരു ഫംഗ്ഷനൊക്കെ വെച്ച് എല്ലാവരും വന്നിരുന്നു. അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് വന്ന് കൂടുകയൊക്കെ ചെയ്തിരുന്നു. കുറെ കാലത്തെ ചികിത്സയ്ക്ക് ശേഷം IVF-ലൂടെ കുട്ടികളുണ്ടാവുന്ന ദമ്പതിമാർക്ക് പൊതുവെ ഡോക്ടർമാരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ, ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടതിൻ്റെയൊക്കെ ഓർമ്മകൾ ഡോക്ടർക്ക് പങ്കുവെക്കാമോ? അവരൊത്തിരി പേര് ഇപ്പോഴും കോൺടാക്ട് ചെയ്യുന്നുണ്ട്, കാർഡ്സ് ഇതൊക്കെ അയക്കാറുണ്ട്, ബേബീസിന്റെ പടമൊക്കെ അയക്കാറുണ്ട് എപ്പോഴും. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ ചിലർ, ഒരു 3-4 പേര് എൻ്റെ വീട്ടിൽ വന്നു, എന്നിട്ട് എൻ്റെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് ഭയങ്കര അഫെക്ഷനേറ്റ് ആണ്. മിക്കവാറും അതെ, എല്ലാവരും അതെ. നമുക്കും അവരോടൊരു സ്പെഷ്യൽ പ്ലേസ് ആണല്ലോ. ആദ്യത്തെ ഒരു കുറെ 1-2 വർഷമുള്ള എല്ലാവരെയും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അറിയാം. പിന്നെ കുറെ കൂടെ കോമൺ ആകുമ്പം. അപ്പൊ അങ്ങനെ ഒരുപാട് ദമ്പതികളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ ഡോക്ടർക്ക് സാധിച്ചിട്ടുണ്ട്, സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഡോക്ടറെ സ്വാധീനിച്ച ഏതെങ്കിലും കേസുണ്ടോ? ഉണ്ട്. എനിക്ക് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത് എനിക്ക് നമ്മൾ എന്താ പറയേണ്ടത്, എൻ്റെ ഒരു ലേഡി, ഷീ വാസ് കാൻറ്റ് റിമെമ്പർ ഹെർ ഏജ്, എന്തായാലും ഒരു 30s. അവർക്ക് ഞാനൊരു ഓവറിയിലൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ എന്നാണ് വിചാരിച്ചത്. ആ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ റിപ്പോർട്ട് കേമസ് ഒരു ബോർഡർ മെലിഗ്നൻസി, ക്യാൻസർ എന്ന് റിപ്പോർട്ട് വന്ന് ഞങ്ങൾ അവർ RCC വിട്ടു. RCCയിൽ ആ ഓവറി അവർ റിമൂവ് ചെയ്തു. മറ്റേ ഓവറിയും യൂട്രസും അവിടെ തന്നെ വെച്ചു. ബാക്കി ലിംഫ് നോഡും എല്ലാം റിമൂവ് ചെയ്തു. പക്ഷെ ദൈവം സഹായിച്ച് ഞാൻ ബാക്കിയുള്ള ഓവറിയിലും മറ്റേതിലും ഒന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാലും അവർക്ക് 6 cycles ഓഫ് കീമോതെറാപ്പി കൊടുക്കേണ്ടി വന്നു. കീമോതെറാപ്പി കൊടുത്തിട്ട് തിരിച്ച് ഞങ്ങളുടെ അടുത്ത് വിട്ടു. അപ്പോഴത്തേക്ക് അവർ IVF ചെയ്യാം എന്നുള്ളത് തയ്യാറെടുപ്പിലോട്ടായി. ക്യാൻസർ ഇസ് 1 ഇൻഡിക്കേഷൻ ടു ഡു IVF ഏർലി, കഴിയുന്നതും വേഗം. അപ്പോൾ അവർ തിരിച്ചു വന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കും അവർ യൂട്രസിൻ്റെ ലൈനിങ് വളരെ തിക്കായിരുന്നു. അന്നേരം അത് നമ്മളൊരു സാമ്പിള്, പണ്ട് DNC എന്ന് പറയുന്ന അതുപോലെ ഒരു സാമ്പിൾ എടുത്ത് പത്തോളജിക്ക് അയച്ചപ്പം അതിലും ഏർലി ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ. അപ്പോൾ ഓവേരിയൻ ക്യാൻസർ കൂടാതെ, ഓവേരിയൻ ക്യാൻസർ ഒരുവിധം ഒന്ന് ഇതായിക്കപ്പോൾ യൂട്രൈൻ ക്യാൻസർ. വീണ്ടും അവർ RCC വിട്ടു. അപ്പം യൂട്രൈൻ ക്യാൻസറിന് സാധാരണ ചെയ്യുന്നത് യൂട്രസ് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹൈ ഡോസ് ഓഫ് മെഡിക്കേഷൻ ഉണ്ട്. ആ മെഡിക്കേഷൻ കൊടുത്ത് അത് കൺട്രോൾ ചെയ്തു. ഇതൊരു ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഇതെല്ലാം കൂടെ ഒരു 4-5 വർഷമായി. എന്നിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് IVF ചെയ്യണം. ഞങ്ങൾ IVF ചെയ്തു കഴിഞ്ഞിട്ട് ഇത് തിരിച്ചിടാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എംബ്രിയോ തിരിച്ചിടണമെങ്കിൽ യൂട്രസിൻ്റെ ലൈനിങ് നല്ല ഈസ്ട്രജൻ കൊണ്ട് നല്ലോണം തിക്കാവണം. കൂടുതൽ തിക്കായ ക്യാൻസർ തിരിച്ചു വരുന്നോ എന്നൊരു പേടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വളരെ ഒരു ടൈറ്റ് റോപ്പിൽ കൂടെ വാക്ക് ചെയ്യുന്ന കണക്കായിരുന്നു. അത് ചെയ്തു. അതിലേറ്റവും ഇതെന്ന് വെച്ചാൽ ദ ഹോൾ യൂണിറ്റ് വാസ് പ്രേയിങ് ഫോർ ഹർ, വാസ് റൂട്ടിങ് ഫോർ ഹർ. കാരണം ഫൈനലി ഇതെല്ലാം സർജറിയും കീമോതെറാപ്പിയും ഒക്കെ, ഈ സർജറിയും കീമോതെറാപ്പിയൊക്കെ കഴിയുമ്പോൾ അണ്ടങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് ചുരുങ്ങും. ഫൈനലി ഈ കുട്ടിക്ക് 2 എഗ്ഗ് കിട്ടിയതിൽ 1 മാത്രമായിരുന്നു നല്ല എഗ്ഗ്. ആ 1 എഗ്ഗ് കൊണ്ട് നമുക്ക് നല്ല ഒരു എംബ്രിയോ കിട്ടി. ആ എംബ്രിയോ തിരിച്ചിട്ട് അവർ പ്രഗ്നൻ്റായി ദൈവാധീനം കൊണ്ട്. പക്ഷെ അതുകൊണ്ട് ഷി വാസ് വെരി ഹാപ്പി രണ്ടുപേരും. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ല. ആ കുഞ്ഞിന് എനിക്ക് തോന്നുന്ന ഒരു 8 മാസമോ 1 വയസ്സോ ആയപ്പോഴത്തേക്കും അവളുടെ ഹസ്ബൻഡ് വാസ് ഡയഗ്നോസ്ഡ് ടു ഹാവ് ഗോൾ ബ്ലാഡർ ക്യാൻസർ. എന്നിട്ട് അങ്ങേര് സർജറി കഴിഞ്ഞ് വിത്തിനൊരു ഭയങ്കര ഒരു അഗ്രസീവ് ആയിരുന്നു. ഒരു 3 മാസത്തിനകം അദ്ദേഹം മരിച്ചുപോയി. ഈ സ്ത്രീ ഒറ്റയ്ക്കാണ്, അവർക്ക് അമ്മയില്ല, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊന്നും ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല. അമ്മയുടെ അനിയത്തി മാത്രമുണ്ട് ഈ കുഞ്ഞിനെ വളർത്തി. അന്ന് ഞങ്ങൾ ഈ സോഷ്യൽ സെക്യൂരിറ്റിയിലൊക്കെ പോയിട്ട് അന്നത്തെ സെക്രട്ടറി വളരെയധികം ഹെൽപ്പ് ചെയ്ത് ഇവർക്കൊരു ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു, ഞങ്ങൾ തന്നെ അത് എടുത്തിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇന്നാളറിഞ്ഞ് അവരിപ്പം മാലി പോയിരിക്കുന്നു, കുഞ്ഞമ്മ നോക്കുന്നു, ഷീസ് ഡൂയിങ് വെരി വെൽ എന്ന്. ഇതൊക്കെ വളരെ ഒട്ടും കാശൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ്, വളരെ എഡ്യൂക്കേഷനൊന്നും അത്രയില്ല, പക്ഷെ എന്തൊരു വളരെ ഒരു സ്ട്രോങ് മനസ്സിൻ്റെ ഒരു ഉടമയാണ്. വളരെയധികം വേറൊരു കുട്ടിയും ഇതേപോലെ, അത് ഇതുപോലെയല്ല, ക്യാൻസർ അല്ല, ആ സ്ത്രീ ഇതുപോലെ പോസിറ്റീവായിട്ട് വന്ന് കുറേ നാൾ കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടാവാതെ വരുന്ന വഴിക്ക് ഒരു ഹസ്ബൻഡാണ് വന്നത്, ഇവളല്ല. ആ റിപ്പോർട്ട് ഞങ്ങളെ കാണിക്കാൻ ഹസ്ബൻഡ് വരുമ്പം ഒരു ആക്സിഡൻറ്റ്, മോട്ടോർ ബൈക്ക് ആക്സിഡൻറ്റിൽ അദ്ദേഹം മരിച്ചുപോയി.
ഷി വാസ് പ്രഗ്നൻറ്റ്. ആ കുട്ടിയും പിന്നെ പക്ഷെ അവളും ഇപ്പം നന്നായിട്ട് ഞാൻ അറിഞ്ഞതൊരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്നു, വളരെ ബോൾഡായിട്ട്. രണ്ടാമത് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, വളരെ ഒറ്റയ്ക്ക് വളരെ ബോൾഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് വളരെയധികം പ്രയോജനമാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ഇപ്പോൾ കുട്ടി വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പലപ്പോഴും എഗ്ഗ് ഫ്രീസ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അങ്ങനെ എഗ്ഗ് ഫ്രീസ് ചെയ്യണമെങ്കിൽ എന്താണ് അതിനുള്ളൊരു ഐഡിയൽ പ്രായം? അത് എത്ര കാലം വരെ ഈ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കാം? ഈ എഗ് ഫ്രീസിങ് തുടങ്ങിയത് ക്യാൻസറിന് വേണ്ടിയാണ്. അപ്പം ഉദാഹരണമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞ് കീമോയ്ക്കും റേഡിയേഷനും ഇടയ്ക്ക് നമുക്ക് 1 മാസം ഗ്യാപ്പ് കിട്ടും. ആ സമയത്ത് എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെച്ചാൽ ഇതെല്ലാം കഴിയുമ്പം നമുക്ക് IVF ചെയ്ത് തിരിച്ചിടാം. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അത് കുറച്ച് കാലമായിട്ടുണ്ട്. ഇത് സോഷ്യൽ എഗ് ഫ്രീസിങ് എന്ന് പറഞ്ഞത് താങ്കൾ പറഞ്ഞ കണക്ക്, അതായത് അവർ കരിയർ ഓറിയൻറ്റഡ് ആണ്, ദേ ആർ നോട്ട് റെഡി ഫോർ എ പ്രഗ്നൻസി. അങ്ങനെയുള്ളപ്പം സപ്പോസ് അവർ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ നമുക്ക് IVF ചെയ്ത് എംബ്രിയോ തന്നെ ശരിയായി എംബ്രിയോ ഉണ്ടാക്കി എംബ്രിയോ ഫ്രീസ് ചെയ്യാം. പക്ഷെ പലപ്പോഴും അവർ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടാവില്ല, ദേ ആർ നോട്ട് ഷുവർ. അങ്ങനെയുള്ളപ്പം എഗ് ഫ്രീസിങ് ആണ് ചെയ്യേണ്ടത്. അത് ഐഡിയലി ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഏർലി 30s 35 വയസ്സിനൊക്കെ മുൻപ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എഗ്സ് കിട്ടണമല്ലോ. കാരണം പിന്നൊരു സമയത്ത് അവർ കല്യാണം കഴിക്കുകയോ ഒരു പാർട്ട്ണർ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അന്നേരം ഈ എഗ്ഗിനെയൊക്കെ ഇക്സി ചെയ്ത് വീണ്ടും എംബ്രിയോ ആക്കി വേണം തിരിച്ചിടാൻ. അപ്പോൾ ആവശ്യത്തിന് എഗ്സ് കിട്ടണമെങ്കിൽ ഒരു mid 30s മുൻപ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് സോഷ്യൽ എഗ് ഫ്രീസിങ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നല്ല, ഇപ്പോഴത്തെ ലോ ഫ്രീസിങ് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ART ആക്ട് അനുസരിച്ച് എന്ത് ഫ്രീസിങ്, എംബ്രിയോ ആയാലും എഗ് ആയാലും സ്പേം ആയാലും 10 വർഷത്തേക്കേ ഫ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു എക്സെപ്ഷൻ ക്യാൻസറാണ്. അല്ലാത്ത എല്ലാവർക്കും 10 yearsനകം അത് യു ഹാവ് ടു ഡിസൈഡ് സംതിങ്. ഈ IVFന്റെ കാര്യത്തിൽ പലരും നേരിടുന്ന ഒരു എത്തിക്കലായിട്ടുള്ള ചോദ്യം, അല്ലെങ്കിൽ അവരെ സ്റ്റിഗ്മാറ്റൈസ് ചെയ്യുന്ന ഒരു വിഷയം, നമ്മൾക്ക് ഉപയോഗിക്കാത്ത ഈ എംബ്രിയോസിനെ എന്താണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കാത്ത എംബ്രിയോസിനെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് നല്ല ക്വാളിറ്റി എംബ്രിയോയ്ക്ക് ഒരു ഗ്രേഡിംഗ് ഉണ്ട്. എംബ്രിയോളജിസ്റ്റ് തന്നെയാണ് ഗ്രേഡ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി എംബ്രിയോസ് മാത്രമേ നമ്മൾ തിരിച്ചിടുകയോ ഫ്രീസ് ചെയ്യുകയോ ചെയ്യുള്ളൂ. ക്വാളിറ്റി കുറഞ്ഞത് അപ്പം തന്നെ ഇതിനുള്ള കൺസെൻറ്റ് ആദ്യമേ വാങ്ങിക്കും. അത് ക്വാളിറ്റി കുറഞ്ഞത് ഡിസ്കാർഡ് ചെയ്യും. കാരണം അത് വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ തിരിച്ചിട്ടാൽ പ്രഗ്നൻ്റ് ആകില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ അബോർഷനോ അംഗവൈകല്യങ്ങളോ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള എംബ്രിയോസ് മാത്രമേ ഇടുള്ളൂ. അപ്പം നമ്മൾ വെച്ച് ചിലപ്പം ഒരു സ്ത്രീക്ക് ഫോർ എക്സാമ്പിൾ 2 സെറ്റ് എംബ്രിയോസ് കിട്ടുന്നു. അവർ ഫസ്റ്റ് ടൈം തന്നെ പ്രഗ്നൻ്റ് ആകുന്നു അല്ലേ. അപ്പോൾ സെക്കൻഡ് ബാക്കി എംബ്രിയോസ് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇവരെ കൗൺസിൽ ചെയ്യുമ്പം ചിലരൊക്കെ ഞങ്ങളോട് പറയാറുണ്ട്, ഞങ്ങളൊരു 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വരും, ഞങ്ങൾക്ക് അടുത്ത ഒരു സെറ്റ് എംബ്രിയോ ഇടാനായിട്ട് ഇതിൻ്റെ ഒരു അനിയനോ അനിയത്തിക്കോ വേണ്ടി അത് ചെയ്യാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ അത് വെക്കാറുണ്ട് അവരുടെ പെർമിഷനോടുകൂടെ. ചിലർക്ക് വേണ്ട, അവരെ കൗൺസിൽ ചെയ്യും. അപ്പോൾ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അത് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് ഡിസ്കാർഡ് ചെയ്യുക, കളയുക. രണ്ടാമത്തെ ഓപ്ഷൻ റിസർച്ചിന്, അതിന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് റിസർച്ചിന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് അതിന് ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറൊന്നും ചെയ്യാൻ പാടില്ല. വേറൊരു എംബ്രിയോ ഡൊണേറ്റ് ചെയ്യാനൊന്നും റൂൾസ് അനുസരിച്ച് ചെയ്യാൻ പാടില്ല. സ്വന്തമായിട്ട് കുട്ടികൾ വേണ്ട എന്ന് വിചാരിക്കുന്നവർ, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവർ ഇഷ്ടം പോലെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ പലപ്പോഴും സമൂഹത്തിന് ഈ ഒരു തീരുമാനത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. ഈ കാര്യത്തിൽ ഡോക്ടർ അഭിപ്രായം എന്താണ്? ഒരാളുടെ ജീവിതം അവരുടെ തന്നെ അല്ലേ, അയാൾ എങ്ങനെ ആ ജീവിതം ജീവിച്ചു തീർക്കണം എന്നുള്ളത് അവരുടെ തന്നെ ഒരു ഇത് തന്നെയാണ്, റൈറ്റാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ഇപ്പോൾ പലരും കല്യാണം കഴിക്കുന്നില്ല, കല്യാണം കഴിച്ചാൽ കുട്ടികൾ വേണ്ട എന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാലത്ത് പിന്നെ വേണമെന്ന് തോന്നിയാൽ ടു ലേറ്റ് ആകാതിരിക്കാൻ ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, എഗ് ഫ്രീസിംഗ് ഒക്കെ പറയും. പക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ റൈറ്റ് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം എന്നില്ലല്ലോ, അതിലൊരു ഭംഗിയില്ലല്ലോ. എല്ലാവരും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ചാലല്ലേ അതിലൊരു ഇതുള്ളൂ. അതുകൊണ്ട് അത് നമ്മളൊരാളല്ല. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്ക് പറയാനോ അവരെ ഉപദേശിക്കാനോ പറ്റില്ല. നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം, ഒരിക്കലും അത് ഫോഴ്സ് ചെയ്യാനോ ഇത് ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ IVF ചികിത്സ സ്വീകരിച്ച ദമ്പതിമാർക്ക് പലപ്പോഴും ഒന്നിലധികം കുട്ടികൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇപ്പം കൂടുതൽ എംബ്രിയോസ് ഇടുമ്പം സക്സസ് റേറ്റ് കൂടും. പക്ഷേ ഇപ്പോഴത്തെ ART നമ്മൾ കഴിയുന്നതും, ഞാനൊക്കെ ഒരിക്കലും 2 മാക്സിമം 3 കൂടുതൽ ഇതുവരെ യൂഷ്വലി 2 എംബ്രിയോസാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ 1 എംബ്രിയോ. അപ്പോൾ ഇപ്പോഴത്തെ ലോസ് അനുസരിച്ച് ഒന്നുകിൽ സിംഗിൾ എംബ്രിയോ അല്ലെങ്കിൽ ഡബിൾ എംബ്രിയോ ട്രാൻസ്ഫർ. എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസിൽ മാത്രമേ 3 ഇടാവൂ എന്നുള്ളത്. എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 40 വയസ്സ് അങ്ങനെയുള്ളവർക്ക്. പക്ഷേ യങ്ങർ പേഷ്യൻസിന് എപ്പോഴും നമ്മൾ 1 or 2 ഒക്കെ ഇടുകയാണെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി കുറയണം. മൾട്ടിപ്പിൾ പ്രഗ്നൻസി നമ്മൾ വിചാരിക്കുന്ന അത്ര നല്ലൊരു കാര്യമല്ല. ബിക്കോസ് ബേബീസിന് കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് കഴിയുന്നതും ലോകത്തിലുള്ള മിക്ക ഡെവലപ്ഡ് കൺട്രീസും സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫറിലോട്ട് പോയി കഴിഞ്ഞ് നമ്മളും സ്ലോലി എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുമായിരിക്കും. IVFന്റെ
ഇപ്പൊ കഴിഞ്ഞൊരു 5 വർഷത്തെ ഗ്രോത്ത് എങ്ങനെയായിരുന്നു? ഇനി അങ്ങോട്ടുള്ള കാലം IVF ലോകം എങ്ങനെ കാണാൻ പോകുന്നത്? ഡെവലപ്മെന്റ്സ് ഡെയിലി മരുന്നുകൾ, പുതിയ പുതിയ മരുന്നുകൾ വരുന്നുണ്ട്, പുതിയ പുതിയ എക്വിപ്മെന്റ്, ലാബിൽ പല പല കാര്യങ്ങൾ, പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നുണ്ട്. അതെങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എംബ്രിയോളജി ലാബിലൊക്കെ ചിലപ്പോൾ ചേഞ്ചസ് വരും. നമുക്ക് ഇക്സി തന്നെ ഇനി ഓട്ടോമേറ്റഡ് ആകുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇതൊക്കെ വളരെ എക്സ്പെരിമെന്റൽ സ്റ്റേജസിലാണ്. ഈവൻ ജപ്പാനിൽ ആർട്ടിഫിഷ്യൽ വൂമ്പ് ഉണ്ടാക്കുന്നു എന്ന് കേൾക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മളൊരു കഴിഞ്ഞ ഡെക്കേഡിൽ നമുക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല ഇനി എന്ത് വരുമെന്ന്. ഇതെല്ലാം കുറേ കാര്യങ്ങൾ. പിന്നെ റീസെന്റ് ആയിട്ട് നിങ്ങൾ കേട്ട് കാണും 3 parent baby മൈറ്റോകോൺഡ്രിയൽ ഡിസോർഡേഴ്സ്. അങ്ങനെയുള്ളവർക്ക് വേറൊരു തേർഡ് പാർട്ടിയുടെ മൈറ്റോകോൺഡ്രിയ എടുക്കുന്നു, അപ്പോൾ ആ ഡിസീസ് ഇല്ലാതിരിക്കാൻ. പിന്നെ അനദർ തിങ് ഇസ്, നമുക്ക് എന്തെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ ഫാമിലിയിൽ എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും ഈ എംബ്രിയോ. അതിന് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസിസ് എന്ന് പറയും, PGT ടെസ്റ്റിംഗ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ താലസീമിയ അല്ലെങ്കിൽ ഡെഫ്നെസ് അതുപോലെയുള്ള ചില അസുഖങ്ങളുണ്ട് പാരമ്പര്യമായിട്ട് വരുന്നത്. അതൊക്കെ നമുക്ക് ആ എംബ്രിയോ ഒരു സെല്ല് അയച്ച്, ഓരോ എംബ്രിയോന്ന് ഓരോ സെല്ല് നമുക്ക് അയച്ച് ടെസ്റ്റിംഗ് ചെയ്തിട്ട് അത് നല്ലത് മാത്രം നോക്കി ഇടാനൊക്കെ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അഡോപ്ഷനെ സമൂഹം വേണ്ട രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? എൻ്റെ കാഴ്ചപ്പാടിൽ അഡോപ്ഷൻ ഒരു ദൈവികമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. എല്ലാവരെ കൊണ്ടും അത് സാധിക്കില്ല. അത് സാധിക്കുന്ന വളരെ കുറച്ച് പേരെ കൊണ്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു വളരെ നല്ല കാര്യമാണ്. പക്ഷെ കുറേ പേര് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതുപോലെ അഡോപ്റ്റ് ചെയ്തവരൊക്കെ പിന്നെ ഞാൻ അവരെ കാണുമ്പോൾ അവർ വളരെ ഹാപ്പിയാണ്. അതുമാത്രമല്ല, എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ പിന്നെ ഇവരെ പോലെ തന്നെ ഇരിക്കും കാണുമ്പോഴും. നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാകും പലപ്പോഴും. അപ്പോൾ പക്ഷെ നമ്മുടെ ലോസ് വളരെ സ്ട്രിക്റ്റ് ആണ് അഡോപ്ഷന്. അതങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഫീലിംഗ്. കാരണം അച്ഛനും അമ്മയും മാത്രമല്ല, ആ എക്സ്റ്റെൻഡഡ് ഫാമിലിയും എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഈ സോഷ്യൽ വർക്കേഴ്സ് നോക്കും. അവർ റിപ്പീറ്റഡ് ഫീൽഡ് വിസിറ്റിന് പോയിട്ട് പേരൻസ്, 2 സൈഡിലെ പേരൻസും എങ്ങനെയാണ് അവരുടെ അവർ അതിന് വളരെ അവർക്ക് സാമർത്ഥ്യം, വെരി ട്രെയിൻഡ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പം ബേബീസ് കുറവാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ്. പക്ഷെ പലരും ഈ ഒരു സന്ദർഭത്തിൽ എനിക്കൊരു പേഷ്യൻ്റ് ഓർമ്മ വരുന്നു. ആ കുട്ടി ആക്ച്വലി കല്യാണത്തിന് മുൻപ് എന്നെ കാണാൻ വന്നിരുന്നു. ഷീ ഹാഡ് സം പ്രോബ്ലം. അന്ന് ഷീ വാസ് 25 or 26. അപ്പം അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ ചോദിച്ചു കല്യാണമൊക്കെ എന്താ, എനിക്കറിയായിരുന്നു ആ കുട്ടീനെ. അപ്പം പറഞ്ഞു, കല്യാണം ഞാനിങ്ങനെ നോക്കുക, എനിക്ക് എൻ്റെ കുട്ടികൾ വേണമെന്നില്ല, ബട്ട് ഐ വോണ്ട് ടു അഡോപ്റ്റ് എ ചൈൽഡ്. അപ്പം ഒരു നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിയാൽ ഞാൻ ഇത് ചെയ്യും, അല്ലെങ്കിൽ അന്ന് സിംഗിൾ വിമണിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനില്ലെങ്കിൽ ഐ എം ഗോയിങ് ടു അഡോപ്റ്റ് എ ചൈൽഡ് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു കുട്ടി 26 വെറുതെ പറഞ്ഞതാന്ന് വിചാരിച്ചു. ഒരു 3-4 വർഷം കഴിഞ്ഞ് ഷീക്കയും മാരേജ് കഴിഞ്ഞു. 2 പേരും കൂടെ എൻ്റെ അടുത്ത് വന്ന്. ഹസ്ബൻഡ് UN ഒഫീഷ്യലായിരുന്നു, ക്വൈറ്റ് വെൽ ഓഫ്. 2 പേരും വന്നത് എന്തിനാന്ന് വെച്ചാൽ അഡോപ്റ്റ് ചെയ്യാനാണ്. അപ്പം അങ്ങനെ പറഞ്ഞ, ഞാൻ ടെസ്റ്റ് ചെയ്യുന്നേ ഇല്ല, നോക്കുന്നില്ല, വി ഡോണ്ട് വാണ്ട് എ ചൈൽഡ് ഓഫ് അവർ ഓൺ, ഞങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. എന്നിട്ട് അവരൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു. 2 years കഴിഞ്ഞ് അന്ന് സമ്മതിക്കുമായിരുന്നു സെക്കൻഡ് ചൈൽഡ്. രണ്ടാമതൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു. വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മുടെ സൊസൈറ്റി പലപ്പോഴും കാണുന്നത്, നമ്മുടെ പേഷ്യൻസിന് പലപ്പോഴും പേടി എന്താണെന്നറിയോ? അവിടെ സൊസൈറ്റിയാണ്. അവർ പറയുന്നത് മറ്റേ വേറെ എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ അറിയില്ലല്ലോ. അഡോപ്ഷൻ ആകുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും അറിയും. ഇതാണ് അവരുടെ പേടി. IVF എടുക്കാമെന്ന് തീരുമാനിക്കുന്ന ദമ്പതികൾ എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? ലൈഫ് സ്റ്റൈൽ ഡെഫിനറ്റ്ലി നല്ലതായിരിക്കണം. അപ്പം ഫോർ എക്സാമ്പിൾ ഒബീസിറ്റി, 2 പേർക്ക് ഒബീസിറ്റി ഉണ്ടെങ്കിൽ അത് വെയിറ്റ് കുറയ്ക്കാൻ നോക്കണം. പിന്നെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് സ്മോക്കിംഗ്, ആൽക്കഹോൾ ഓഫ് കോഴ്സ്, ബട്ട് സ്മോക്കിംഗ് ഇസ് വെരി വെരി ഡേഞ്ചറസ്. സ്മോക്കിംഗ് സ്പേം കൗണ്ടിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഫോളിക് ആസിഡ് കഴിക്കണം. വൈഫ് ബിഫോർ IVF ഫോളിക് ആസിഡ് കഴിക്കണം. അത് അനോമലീസ് പ്രിവെൻറ്റ് ചെയ്യും. ഇതൊക്കെയാണ് യൂഷ്വലി. എന്തെങ്കിലും വാക്സിനേഷൻസ്, റുബെല്ല വാക്സിനേഷനൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ് അവരുടെ ചാൻസസ് എന്ന് ആക്ച്വലി അവർ ചോദിക്കേണ്ടത്. നമ്മുടെ ചാൻസസ് എന്താണ്? ആ ചാൻസസ് ഏജ് വെച്ചും നമ്മൾ ഈ 2-3 സ്കാൻ ചെയ്ത് നമ്മൾ എത്ര അണ്ടങ്ങൾ ഉണ്ടെന്നുള്ളതും, ഒരു ഹോർമോൺ ടെസ്റ്റ് ഉണ്ട്, ആൻറ്റി മുള്ളേരിയൻ ഹോർമോൺ. അതും ഞങ്ങൾ ഓവേരിയൻ റിസർവ് എന്നാണ് അതിനെ പറയുന്നത്. വാട്ട് ഇസ് ദ റിസർവ്? എത്ര എഗ്സ് ഉണ്ടാകും? സോ ദാറ്റ് മീൻസ് നമ്മുടെ സക്സസ് റേറ്റ് കൂടും. ക്വാളിറ്റിയെ പറ്റിയല്ല, ഇത് ക്വാണ്ടിറ്റി മാത്രമാണ്. ക്വാളിറ്റിക്ക് ഏജ് മാത്രമാണ് ഒരു മാനദണ്ഡം. കാരണം ക്വാളിറ്റി എങ്ങനെയാണ് നല്ല ക്വാളിറ്റിയാണെന്ന് അറിയുന്നത് ഫൈനലി പ്രഗ്നൻ്റ് ആകുമ്പോഴാണ്. അപ്പം നമുക്ക് റിട്രോസ്പെക്റ്റീവായിട്ട് പറയാം നല്ല എഗ്ഗായിരുന്നെന്ന്. അപ്പോൾ ഇതൊക്കെ നല്ലതാണെങ്കിൽ അപ്പോൾ അവരുടെ സക്സസ് റേറ്റ് എത്രയാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ അവർക്ക് ചോദിക്കാം തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് വേൾഡിലെ ഏറ്റവും നല്ല സെൻറ്റേഴ്സിൽ പോലും ഇറ്റ് ഇസ് ലെസ് ദൻ 50%, 45%, 50 അത്രയൊക്കെ വരുന്നുള്ളൂ ഒരു പേഴ്സണിന്. നമ്മൾ ഈ IVF എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അത് ബന്ധിപ്പിക്കുന്ന സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളുമായിട്ടാണ്. പബ്ലിക് സെക്ടറിൽ എത്രമാത്രം IVF സൗകര്യങ്ങളുണ്ട്? പബ്ലിക് സെക്ടറിൽ, പ്രൈവറ്റ് സെക്ടറിലാണ് കൂടുതൽ നടക്കുന്നത്. നാച്ചുറലി അതെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമാണ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ലാബ് സെറ്റപ്പ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. അതേസമയം പബ്ലിക് സെക്ടറിൽ ചെയ്യുമ്പം അറിയാമല്ലോ,
പറയുമല്ലോ ടെൻഡർ വിളിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോഴാണ് ഡിലേ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിത് ഒരിക്കൽ സെറ്റപ്പ് ചെയ്താൽ പോരാ. സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്. അവിടെയാണ് ചിലവ് വരുന്നത്. ആദ്യത്തെ ഇനീഷ്യൽ സെറ്റപ്പ് അല്ല. ഈ ഓരോ മെഷീൻസും കാലിബ്രേറ്റ് ചെയ്യുകയും പല പല ഫിൽറ്റേഴ്സ് ഉണ്ട്. ആ ഫിൽറ്റേഴ്സ് ഒരു സമയബന്ധിതമായിട്ട് ഫിൽറ്റേഴ്സൊക്കെ മാറ്റണം. ഇതൊക്കെ അന്ന് വളരെ പ്രയാസമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആർക്കും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഓരോ മെഷീൻസിന് അന്ന് ഈ AMC എടുക്കുന്ന പരിപാടിയൊന്നുമില്ല, മെയിൻ്റനൻസ് കോൺട്രാക്ട്സ്. എനിക്ക് തോന്നുന്നു ഞാനാണ് ആദ്യമായിട്ട് ഈ മെയിൻ്റനൻസ് കോൺട്രാക്ട്സ് ഒക്കെ അത് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു നമുക്ക് ഓഫീസിലിരിക്കുന്ന ഡോക്ടർ എന്തോന്ന് എപ്പോഴും കാശിന് വേണ്ടി വരുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലേക്കല്ലല്ലോ ഞാൻ കാശിന് വരുന്നത്, ഇവിടത്തേക്ക് തന്നെയല്ലേ. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിന് മനസ്സിലാക്കിച്ചെടുക്കാൻ വളരെ സമയമെടുത്തു. പക്ഷെ പിന്നെ ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ലാസ്റ്റ് 2-3 years എവറിത്തിങ് വെന്റ് ഓൺ സ്മൂത്ത്ലി. കാരണം അപ്പോഴത്തേക്ക് എവറിബഡി അണ്ടർസ്റ്റുഡ് ഇത് ആവശ്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മളിതെല്ലാം വി മെയ്ഡ് ഇറ്റ് ഇൻടു ഞങ്ങൾ ഓർഡറാക്കി, എല്ലാം ഗവൺമെൻറ് ഓർഡറാക്കി. ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ ഇതെങ്ങനെ നടത്തണം എന്നുള്ളത് എവറിത്തിങ് ഹസ് ബീൻ മെയ്ഡ് ഇൻ ടു ഗവൺമെൻറ് ഓർഡേഴ്സ്. എങ്ങനെയാണ് ഈ യൂണിറ്റ് ഉണ്ടാക്കുന്നത്, അത് ഓരോന്നും. യൂണിറ്റ് മാത്രമല്ല, പിന്നെ അത് ഡിപ്പാർട്ട്മെൻറ്റായി ഞാനുള്ളപ്പോൾ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് മെഡിസിനായി നമ്മൾ PG തുടങ്ങുകയും ചെയ്തു, MCH തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പം നമ്മളിത് എങ്ങനെ നടത്തും എന്നുള്ളൊരു വിചാരമുണ്ടായിരുന്നു. കാരണം ഫ്രീ ആയിട്ട് നടത്താൻ പറ്റില്ല, എന്തായാലും ഇറ്റ്സ് നോട്ട് പോസിബിൾ. സർക്കാരിന് അത്രയും പൈസ ഇത് നടക്കുന്ന കാര്യമല്ല. പിന്നെ അനദർ തിങ് ഇസ്, ഇത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റോ കിഡ്നി പോലെയോ ഇറ്റ് ഇസ് നോട്ട് ലൈഫ് ത്രെറ്റനിങ് അല്ലാത്തൊരു കാര്യം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊരു നോ പ്രോഫിറ്റ് നോ ലോസ് അങ്ങനെ ഒരു വെഞ്ചറായിട്ടാണ് നടത്തിയത്. അതിനാണ് ഒരു ഹോസ്പിറ്റൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉണ്ട് SITയിൽ. ആ സൊസൈറ്റി ഒരു നോമിനൽ ഫീസ് പേഷ്യൻ്റ് അടുക്കൽ നിന്ന് വാങ്ങിക്കും, ഡ്രഗ്സും കുറച്ച് സബ്സിഡൈസ്ഡ് ആയിട്ട് എടുത്ത് അങ്ങനെയാണ് നടത്തുന്നത്. കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് പബ്ലിക് പ്രൈവറ്റ് സെക്ടറുമായിട്ട്, ഭയങ്കര ഡിഫറൻസ് ഇല്ല. കാരണം ഈ ഡ്രഗ്സും ഈ മീഡിയ, നമ്മൾ ഈ IVFന് ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ആ മീഡിയ ഒക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഒരുപാട് നേരം IVFനെ കുറിച്ച് സംസാരിച്ചു. പൊതുവെയുള്ള ചില തെറ്റിദ്ധാരണകൾ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങൾ സംസാരിച്ചതിന് നന്ദി. താങ്ക് യു.